So next is to determine the Joule-Kelvin coefficient. നമ്മൾ എയിം എന്ന് പറഞ്ഞാൽ ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ജൂൾ കെൽവിൻ പ്രോസസ് എന്താന്ന് നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് ത്രോട്ട്ലിംഗ് പ്രോസസ്, ഐസെൻതാൽപി പ്രോസസ് അല്ലെങ്കിൽ പോറസ് പ്ലഗ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ലോ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രഷർ എന്ത് ചെയ്യാൻ ഡിക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ്. റെഫ്രിജറേറ്റേഴ്സിലെ AC വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഡിറ്റർമിൻ ചെയ്യാൻ ആകെ അറിയുന്നത് ഐസെൻതാൽപി പ്രോസസ് ആണ്. H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DH എന്ന് പറഞ്ഞാൽ 0 ആണെന്നുള്ള മാത്രമേ അറിയുള്ളൂ. അപ്പൊ Hന്റെ ഫോർമുല യൂസ് ചെയ്യുക, DU പ്ലസ് PdV പ്ലസ് VdP. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ P ആദ്യം കോൺസ്റ്റന്റ് ആക്കുക, എന്നിട്ട് Vന് ഡെറിവേറ്റീവ് എടുക്കുക, V കോൺസ്റ്റന്റ് ആക്കി വെക്കുക, Pനെ ചെയ്യാം. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് DQ ആണെന്ന് അറിയാം. അപ്പൊ TDS എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. DH 0 ആണ്. അപ്പൊ TDS is equal to minus VP കിട്ടും, VdP കിട്ടും. ഓക്കെ, ദി സെക്കൻഡ് TDS ഇക്വേഷൻ അതായത് CP റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതിൽ കൊണ്ടായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക TDSനെ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ DTന്റെ ഫോർമുലയിലേക്ക് മാറ്റി ചെയ്ത. ഓക്കെ, DTന്റെ ഫോർമുലയിലേക്ക് മാറ്റി ചെയ്ത ടീനെ Pന്റെ Hന്റെയും ടേംസിൽ എക്സ്പാൻഡ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കെൽവിൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ∂T/∂P ഓൺ Hനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഈ H എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ആ DH പറഞ്ഞാൽ 0 ആയതുകൊണ്ട് അത് അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ എക്സ്പാൻഷൻ P ടേം മാത്രമേ വരുള്ളൂ. ഇത് രണ്ടും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ∂H/∂P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/CP T∂V/∂T മൈനസ് V ആണ്. ദിസ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. ∂H/∂P ഓൺ H എന്ന് പറഞ്ഞാൽ 1/CP T∂V/∂T ഓൺ P മൈനസ് V. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ രണ്ട് പ്രോസസ്സിൽ, അതായത് രണ്ട് ഗ്യാസ് സ്റ്റേറ്റിൽ നമുക്ക് ഈ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ഒന്ന് പെർഫെക്റ്റ് ഗ്യാസും അതുപോലെ ഒന്ന് റിയൽ ഗ്യാസും. നമ്മുടെ വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് എനർജി വിത്ത് വോളിയം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ∂U/∂V കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഈ രണ്ട് കേസിലും, പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിലും റിയൽ ഗ്യാസിന്റെ കേസിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കാം, ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. അപ്പോ ഈ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞത്. അത് മാറ്റി എഴുതാം. ഇനി അതിനെ ഗാമന്റെ ടേംസിലും കൂടെ എഴുതാന്ന് പറയുന്നുണ്ട്. 1/V കൊണ്ട് ഡിവൈഡ് ചെയ്യുക, V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി എന്താകും, ഗാമയാവും. അപ്പൊ V/CP ഗാമ T മൈനസ് 1 കൂടി ഉണ്ട്. ഇതിന്റെ ഫോർമുല ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നുണ്ട്. സോ ഇനിത്തെ കേസില് പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസില് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ∂V/∂T കണ്ടുപിടിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ∂V/∂T കണ്ടാൽ RT/V വരും, RT/P വരും. അതെന്താണ്, V ആണ്. സോ V മൈനസ് V = 0. ഇതേപോലെ തന്നെ വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് എനർജി വിത്ത് വോളിയത്തിലും പെർഫെക്റ്റ് ഗ്യാസിന് അത് എന്തായിരുന്നു, വാല്യൂ 0 ആയിരുന്നു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വാണ്ടർ വാൾസ് ഗ്യാസിന് കണ്ടുപിടിക്കാം. അത് നമ്മൾ എയിം എന്ന് പറഞ്ഞാൽ ∂V/∂T കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. അതിനു വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇക്വേഷൻ എടുത്തു, അതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ടേം ആയിട്ട് എഴുതി, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ∂V/∂T ഒരു ഭാഗത്ത് വെച്ചു, ബാക്കിയുള്ളതിന് താഴത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, ബാക്കിയുള്ള താഴത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതിനൊരു പ്ലസ് A/V² മൈനസ് A/V² കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ടേം ആക്കി എഴുതി, ഇത് വേറൊരു ടേം ആക്കി എഴുതി ഞാൻ. ഇതിനെ പിന്നെ എനിക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P പ്ലസ് A/V² ഇൻറ്റു V മൈനസ് V = RT ആയിരുന്നല്ലോ വാണ്ടർ വാൾസ് ഇക്വേഷൻ തന്നെ. അത് വെച്ചിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ ഇക്വേഷൻ ആയിരുന്നു, ഇത് വെച്ചിട്ട് ഞാൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാച്ചാല് T കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യണം. അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം അതിന് ഞാൻ കോമൺ ടേം പുറത്തേക്ക് എടുത്തു. അതിനുശേഷം RT ക്യാൻസൽ ചെയ്തു. പിന്നെ ഇതിനെ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു മൈനസ് n എന്നുള്ള ഫോർമുലയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 2/2 ഫാക്ടോറിയൽ അങ്ങനെ ടേം വരും. അപ്പൊ ഹയർ ടേംസ് ഒക്കെ ഞാൻ ഒഴിവാക്കി, ലോവർ ടേംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തൊരു ഫോം ആക്കി എഴുതി വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊണ്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റിൽ കൊണ്ട് കൊടുക്കാം. ഈ ഒരു ടേം ഡയറക്റ്റ് ആയിട്ട് കോഎഫിഷ്യന്റിൽ, ദാറ്റ് ഈസ് T ∂V/∂T ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് V സബ്സ്ട്രാക്ട് ചെയ്യാം.
ഈ ഒരു ഫോർമുല സിമ്പിൾ ഫോർമുലയിൽ മാറും. 1/Cp 2A/RT മൈനസ് പി എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് മാറും. അപ്പൊ റിയൽ ഗ്യാസിന്റെ കേസില് ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1/Cp 2A/RT മൈനസ് ബി ആണ്. ഞാൻ 3 കേസ് പറയാണ്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ മ്യൂ 0 ആവുന്ന കേസാണ്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി ബി ആയാലും മ്യൂ 0 ആവും. ഓക്കെ, അപ്പൊ ആ ടെമ്പറേച്ചറിന് ഞാൻ 2A/RB എന്ന് കൊടുക്കുകയാണ്. സോ മ്യൂ 0 ആവുന്ന ടെമ്പറേച്ചറിന് എന്ത് പേരെന്നും കൂടെ പറയുന്നത് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്നും കൂടെ പറയുന്നത്. ഇനി T ഗ്രേറ്റർ ദാൻ 2A/RB ആവുന്ന കേസ് ആണെങ്കിൽ മ്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ആണ്. ഓക്കെ, മ്യൂ നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. മ്യൂ നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. മ്യൂ നെഗറ്റീവ് ആവുമ്പം റൈസ് ഇൻ ടെമ്പറേച്ചർ നടക്കുന്ന പറയുന്നു. ഓക്കെ, റൈസ് ഇൻ ടെമ്പറേച്ചർ നടക്കുന്നു പറയുന്നുണ്ട്. റൈസ് ഇൻ ടെമ്പറേച്ചർ നടക്കുന്നുണ്ട്. സോ ടി ലെസ് ദാൻ 2A/RB ആണെങ്കിൽ മ്യൂ പോസിറ്റീവ് ആണ്. ഫാൾ ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് നടക്കുന്നുണ്ട്. അപ്പൊ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മ്യൂ നെഗറ്റീവ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, റൈസിങ് ചെയ്യാണ്. ഇവിടെ ഫാൾ ഇൻ ടെമ്പറേച്ചർ ആണ് നടക്കുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ മ്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിലും റിയൽ ഗ്യാസിന്റെ കേസിലും അത് കണ്ടുപിടിക്കുകയും ചെയ്തു.